ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡ്രീം ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാരിയുടെ മുന്താണി എങ്ങനെ കെട്ടാമെന്നാണ് നോക്കുന്നത്. നൂലഴിക്കാണ്ട് എങ്ങനെയാണ് സാരിയുടെ മുന്താണി കെട്ടാൻ നോക്കുക. അതിന് വേണ്ടി ഇതുപോലെ 2 നൂലെടുത്തിട്ട് ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ വെച്ച് ചുറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു കാർഡ്ബോർഡാണ് എടുത്തിരിക്കുന്നത്. ചെറുതായാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ കുറേ പ്രാവശ്യം ചുറ്റേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 5-6 പ്രാവശ്യം ചുറ്റിയിട്ട് എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് വലിയ കാർഡ്ബോർഡ് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നൂല് നന്നായിട്ട് ചുറ്റിയെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ സെൻറ്ററിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ നൂലിട്ട് കെട്ടി വെക്കാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടി വെക്കാം കേട്ടോ. നമ്മുടെ നൂലങ്ങടങ്ങൾ തെന്നിയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കെട്ടിയിടുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു സൂചി നൂല് കൊടുത്തിട്ട് സാരിയുടെ മുന്താണിയുടെ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ കോർത്ത് എടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഈ സാരി വക്ക് മടക്കി അടിച്ചതിന് ശേഷമാണ് അവർ ഇതുപോലെ കെട്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അഴിക്കേണ്ട ഒരു മടിക്കാണ് ഞാനിങ്ങനെ ചെയ്തത്. എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാരിയുടെ നൂല് വലിച്ചെടുത്തിട്ട് സാരിയുടെ നൂല് കൊണ്ട് തന്നെ നമുക്ക് മുന്താണി കെട്ടിയിടാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്കിത് നല്ല ഫിനിഷായിട്ട് തോന്നി. നല്ല കട്ടിയിൽ നൂല് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു തളർന്ന നൂലായതിൻ്റെ പേരിൽ തന്നെ ഗ്ലേസിങ്ങും ഉണ്ട് നൂലിന്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു എംബ്രോയ്ഡറി നൂലാണ് കേട്ടോ, നമ്മൾ സാധാരണ ത്രെഡല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ മുന്താണി ഫുള്ളായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് പോയാലും അവസാനം എല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതുപോലെയാണ് ഞാൻ ഫുള്ളായിട്ട് തുന്നിയെടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല ലെവലായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ ഇത് പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല ലെവലായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.